നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAEയുടെ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ശക്തമായ മഴ. കനത്ത മഴ പെയ്തത് റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളാണ്. അജ്മാൻ, ഷാർജ എമിറേറ്റുകളിലെ വിവിധയിടങ്ങളിലും മഴ പെയ്തു. ഗോർഫക്കാൻ, അൽ അരൈൻ, മുവൈല, മെലിഹക്ക് സമീപ പ്രദേശങ്ങൾ, ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളും വിവിധ തീവ്രതകളിലാണ് മഴയുണ്ടായത്. ദുബായിയുടെ ചില ഉൾപ്രദേശങ്ങൾ, അതായത് അല്ലിസൈ, ജബൽ അലി എന്നീ ഉൾപ്രദേശങ്ങളും മിതമായ തോതിൽ മഴ കിട്ടി. മാത്രമല്ല, പർവ്വത പ്രദേശങ്ങളും ദൈദ് മേഖലയിലും കനത്ത മഴയാണ് ഉണ്ടായിരിക്കുന്നത്. മലനിരകളോട് ചേർന്ന താഴ്വാരങ്ങളിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. അസ്ഥിര കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പരിഗണിച്ച് റാസൽ ഖൈമയിലെ വിദ്യാലയങ്ങളെല്ലാം ഉച്ചയ്ക്ക് 12 മണിയോടെ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രവചനമുണ്ടായിരുന്നു ഈ ആഴ്ച UAEയുടെ ചിലയിടങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന്. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ കൊടുങ്കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചതാണ്. അതേസമയം ഇന്നലെ ഷാർജയിലും രാജ്യത്തിന്റെ മറ്റു ചിലയിടങ്ങളിൽ നേരിയ മഴ പെയ്തു. മാത്രമല്ല, ഞായറാഴ്ച സൈഹൽ സലാം ഉൾപ്പെടെയുള്ള ദുബായിയുടെ ചിലയിടങ്ങളിൽ കനത്ത മഴയും അൽ ഐനിൽ നേരിയ മഴയും ഉണ്ടായി. ഈ ആഴ്ച രാജ്യത്തെ ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. ബുധനാഴ്ച രാത്രി പടിഞ്ഞാറ് നിന്ന് തുടങ്ങി വ്യാഴാഴ്ച രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നും വ്യാഴാഴ്ച മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ മഴ പ്രവചിക്കപ്പെട്ടിരുന്നു, പക്ഷേ കാര്യമായി പെയ്തിരുന്നില്ല. എന്നാൽ ഏറ്റവും മോശം കാലാവസ്ഥ വ്യാഴാഴ്ച എത്തുമെന്നാണ് പ്രവചനം. മെയ് 2 രാവിലെ 7 മുതൽ കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലും അബുദാബിയിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ ആപ്പായിട്ടുള്ള വിൻഡിയും റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, വ്യാഴാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഇടിയും മിന്നലും ദുബായിൽ എത്തുമെന്നും പ്രവചനമുണ്ട്. ദുബായ്, ഫുജൈറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാത്രി വരെ മഞ്ഞ അലേർട്ടാണ്. അപ്പോൾ എന്തായാലും പ്രവാസികൾ ഈ മുന്നറിയിപ്പുകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക.